ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഒരു മുളക് ചെടി ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വളർന്ന് മുളകൊക്കെ ഉണ്ടാകുന്ന ചെടിയാണെങ്കിൽ അതിൽ നിന്ന് നല്ല മൂത്ത കമ്പെടുത്ത് ഇതുപോലെ ഒന്ന് ക്രോസ് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ മുളക് ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് ചെയ്യേണ്ടത്, നല്ല മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ക്രോസായിട്ട് മുളകിൻ്റെ ചെടിയുടെ തണ്ട്, കുറച്ച് ഉറപ്പുള്ള തണ്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, ഒരു ഒഴിഞ്ഞ കുപ്പി എടുത്തിട്ട് അതിലേക്ക് വെള്ളം നിറക്കേണ്ടതാണ്. അത് നമ്മളെന്ത് ചെയ്യുക, നമുക്കൊരു കുപ്പി കിട്ടിയിട്ടുണ്ട്, ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ വെള്ളം പകുതി മുക്കാൽ വരെ വെള്ളം നിറച്ച് വെക്കാം. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇപ്പോൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്, അതിൽ വെള്ളം നമ്മൾ നിറച്ച് ഇലകൾ വെള്ളത്തിൽ തൊടാൻ പാടില്ല. ആ രീതിയിൽ നമ്മളെന്ത് ചെയ്യുക, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തൊരു ക്രോസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. റോസിൻ്റെ ചെടിയൊക്കെ നമ്മൾ ചെയ്യുന്ന മാതിരി ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ ഇട്ടിട്ട് ഒരു 5-6 ദിവസം ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഈ മുളക് തണ്ടിൽ നിന്നും പുതിയ വേരുകൾ മുളയ്ക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, മണ്ണിലേക്ക് മാറ്റി നടാം. ഇത് നല്ലൊരു സക്സസ് ആവുന്നൊരു മെത്തേഡാണ്. ഇത് ചെയ്താൽ, ഇത് ബാക്കിയുള്ള ഇത് ഞാൻ കുപ്പിയിലും ഇതൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കലാണ് പതിവ്. കുപ്പിയിലും ഇങ്ങനെ കുപ്പി മുറിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. എന്നിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു 5-6 വേര് വന്ന് കഴിഞ്ഞാൽ മണ്ണൊന്ന് സെറ്റാക്കിയിട്ട് അതിലേക്ക് മാറ്റി നടാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ ആദ്യം ഒരു കമ്പെടുത്ത് അങ്ങനെ ചെയ്തിട്ട് ബാക്കിയും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിത് സാധാരണ ചെയ്യുന്നതാണ്. അതുപോലെ മറ്റൊരു ടിപ്പ് എന്താ വെച്ചാൽ, നമ്മൾ ചെടിയുടെ മുരട്ട് ഇതുപോലെ കുപ്പിയിൽ വേസ്റ്റ് നിറച്ചിട്ട്, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മീൻ വേസ്റ്റും മണ്ണും കരിയിലൊക്കെ ലെയറായിട്ട് ഇങ്ങനെ ഇതിലേക്ക് നിറച്ച് മണ്ണിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, കുറച്ചും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മണ്ണിട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ മൂടിയിട്ട് ചെടിയുടെ തൊട്ടടുത്ത് ഇങ്ങനെ അമർത്തി വെച്ചാൽ അത് നല്ലൊരു വളമായിട്ട് നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് എല്ലാവരും ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ ഇതും ഒന്ന് ചെയ്ത് നോക്കിയാൽ നമ്മളെ വേസ്റ്റ് ചെടിയുടെ ചുറ്റുവട്ടത്ത് ഒരുപാടൊന്നും ഇങ്ങനെ കിടക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം.